ഇന്നത്തെ ക്ലാസ്സിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, ദേ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് എന്നുള്ള ഈ ഉദാഹരണം നോക്കുമ്പോൾ ദേ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് എന്താണ് അർത്ഥം? അവര് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഹാവിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക അല്ലെ, സബ്ജക്റ്റിന്റെയും അപ്പുറത്തേക്ക് ഹാവിനെ കൊണ്ടുവരിക. ഓക്സിലറി ആയ ഹാവിനെ കൊണ്ടുവരുമ്പോൾ ഹാവ് ദേ പ്ലേഡ് ക്രിക്കറ്റ്, അവര് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ എന്നുള്ള അർത്ഥമായി അല്ലെ. ദേ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്, അവര് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഹാവ് ദേ പ്ലേഡ് ക്രിക്കറ്റ്, അവര് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ. പിന്നീട് എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം അല്ലെ. എങ്ങനെയാണ് ഉണ്ടാക്കുക? എവിടെയാണ് ക്വസ്റ്റ്യൻ വേർഡ് ഇടുക? സെന്റൻസിന്റെ ആദ്യത്തിൽ അല്ലെ. ഇവിടെ വാട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡ് ഇട്ടിട്ട് വാട്ട് ഹാവ് ദേ പ്ലേഡ്, വാട്ട് ഹാവ് ദേ പ്ലേഡ്, എന്താണ് അവർ കളിച്ചിട്ടുള്ളത്. വാട്ട് ഹാവ് ദേ പ്ലേഡ്, എന്താണ് അവർ കളിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് സെന്റൻസിന്റെ ആദ്യത്തിൽ വരും. പിന്നീട് എന്താണ് വരുന്നത്? ഓക്സിലറി ആണ് വന്നത് അല്ലെ. ഹാവ് എന്ന ഓക്സിലറി വന്നു, പിന്നീട് സബ്ജക്റ്റ് വന്നു, പിന്നീടാണ് വെർബിന്റെ മൂന്നാമത്തെ രൂപമായ പ്ലേഡ് വന്നത് അല്ലെ. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് ഹാവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3, ഇങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സ്ട്രക്ചർ. ഇനി അടുത്ത് നോക്കൂ, സബ്ജക്റ്റ് സിംഗുലർ ആയ ഹി വന്നപ്പോൾ ഹാസ് ആണ് വന്നത് അല്ലെ. ഓക്സിലറി ആയ ഹാസ് വന്നു. ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്, അവന് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും എങ്ങനെ നമുക്കൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ഹാസിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക അല്ലെ. ഹാസ് ഹി പ്ലേഡ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ. പിന്നീട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം ഈ ഒരു സെന്റൻസിൽ നിന്ന്? വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഫസ്റ്റ് നമ്മൾ വെച്ചിട്ട് ഹാസ് എന്നുള്ള ഓക്സിലറി ആണ് ഇട്ടത് അല്ലെ. വാട്ട് ഹാസ് ഹി പ്ലേഡ്, എന്താണ് അവൻ കളിച്ചിട്ടുള്ളത്. വാട്ട് ഹാസ് ഹി പ്ലേഡ്, എന്താണ് അവൻ കളിച്ചിട്ടുള്ളത് അല്ലെ. വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വന്നു, ഹാസ് എന്നുള്ള ഓക്സിലറി വന്നു, ഹി എന്ന സബ്ജക്റ്റ് പിന്നീടാണ് V3 വന്നത് അല്ലെ, വെർബിന്റെ മൂന്നാമത്തെ രൂപം. വാട്ട് ഹാസ് ഹി പ്ലേഡ്, എന്താണ് അവൻ കളിച്ചിട്ടുള്ളത്. അടുത്ത് നോക്കൂ, വി ഹാവ് കുക്ക്ഡ് ബിരിയാണി. വി ഹാവ് കുക്ക്ഡ് ബിരിയാണി, നമ്മൾ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ഹാവിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക അല്ലെ. ഹാവ് വി കുക്ക്ഡ് ബിരിയാണി, ഹാവ് വി കുക്ക്ഡ് ബിരിയാണി, നമ്മൾ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ടോ, പാചകം ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി അല്ലേ. അടുത്ത് നോക്കൂ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? വാട്ട് ഹാവ് വി കുക്ക്ഡ്, വാട്ട് ഹാവ് വി കുക്ക്ഡ്, വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെച്ചു, ഹാവ് എന്ന ഓക്സിലറി വന്നു, പിന്നീട് സബ്ജക്റ്റ് വന്നു അല്ലേ. വി എന്ന സബ്ജക്റ്റ് വന്നു, പിന്നീട് V3 വെർബിൻ്റെ മൂന്നാമത്തെ രൂപം വന്നു. വാട്ട് ഹാവ് വി കുക്ക്ഡ്, എന്താണ് നമ്മൾ പാചകം ചെയ്തിട്ടുള്ളത്? ബിരിയാണി അല്ലേ. വാട്ട് ഹാവ് വി കുക്ക്ഡ്, എന്താണ് നമ്മൾ പാചകം ചെയ്തിട്ടുള്ളത്. നോക്കൂ അടുത്തത്, ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി. ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി, അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. ഷീ എന്നുള്ള സിംഗിൾ സബ്ജക്റ്റ് വന്നതുകൊണ്ട് ഹാസ് എന്ന ഓക്സിലറി ആണ് വന്നത് അല്ലേ. ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി, അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും എങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഹാസിനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. ഹാസ് ഷീ കുക്ക്ഡ് ബിരിയാണി, ഹാസ് ഷീ കുക്ക്ഡ് ബിരിയാണി, അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ടോ. പിന്നീട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെച്ചപ്പോൾ വാട്ട് ഹാസ് ഷീ കുക്ക്ഡ്, വാട്ട് എന്താണ് ഹാസ് ഷീ കുക്ക്ഡ്, അവൾ പാചകം ചെയ്തിട്ടുള്ളത്. വാട്ട് ഹാസ് ഷീ കുക്ക്ഡ്, എന്താണ് അവൾ പാചകം ചെയ്തിട്ടുള്ളത്. എന്താണ് പാചകം ചെയ്തിട്ടുള്ളത്, എന്താണ് പാചകം ചെയ്തിട്ടുള്ളത്? ബിരിയാണി അല്ലേ. വാട്ട് ഹാസ് ഷീ കുക്ക്ഡ്, എന്താണ് അവൾ പാചകം ചെയ്തിട്ടുള്ളത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? എന്താണ് അതിൻ്റെ സ്ട്രക്ചർ? ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, പിന്നീട് ഓക്സിലറി വെർബ് ഹാസോ അല്ലെങ്കിൽ ഹാവോ അല്ലേ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് വരും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് വരും, പിന്നീട് സബ്ജക്റ്റ്, പിന്നീട് V3 വെർബിൻ്റെ മൂന്നാമത്തെ രൂപം. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3, ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിൻ്റെ സ്ട്രക്ചർ.